ഹലോ മുച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലോ എക്സ്പ്ലെയിൻ യുവർ. വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ, ആ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1800 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു മാഡ് സയന്റിസ്റ്റ്. 200 വർഷങ്ങൾക്ക് മുന്നേ ഈ മാഡ് സയന്റിസ്റ്റ് ഒരു ഭയങ്കരമായ കണ്ടുപിടുത്തം നടത്തി. 7 മനുഷ്യ ശവശരീരങ്ങൾ ഇത് പല കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് മറ്റൊരു മനുഷ്യനെ ഉണ്ടാക്കിയത് ഒരു മനുഷ്യരൂപമാണെങ്കിലും അതൊരു മനുഷ്യനായിരുന്നില്ല. അവനെ തേടി ഭൂമിയിലേക്ക് വന്നത് അത് ചില്ലറക്കാരായിരുന്നില്ല. ഒന്ന് സ്വർഗത്തിലെ മാലാഖമാര്, രണ്ടാമത്തേത് നരകത്തിലെ ചെകുത്താന്മാര്. ഈ 2 കൂട്ടരും ശവത്തിൽ നിന്നുണ്ടായ ഈ മനുഷ്യനെ തേടി ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ല. തുടക്കം മുതൽ അവസാനം വരെ ഭയങ്കര ത്രില്ലോടുകൂടെ കാണാൻ പറ്റിയ, വിഷ്വലി അതിഗംഭീരമായി മേക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഫാന്റസി മൂവി. അതിന്റെ കഥയാണ് കേട്ടോ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു മൂവിയുടെ പേര് 2014 പുറത്തിറങ്ങിയ ഐ ഫ്രാങ്കിൻസ്റ്റൈൻ. അങ്ങനെയാണെങ്കിൽ പോകുകയല്ലേ ചെകുത്താന്റെയും മാലാഖമാരുടെയും ശവങ്ങളിൽ നിന്നുണ്ടാക്കിയ ആ മനുഷ്യന്റെയും കഥയിലേക്ക്. നമ്മുടെ ഈ കാലഘട്ടത്തിലൊന്നുമല്ല, ഏകദേശം ഒരു 200 വർഷങ്ങൾക്ക് മുന്നേ 1895 അന്നത്തെ ആ രാത്രിയിൽ ആ മോൺസ്റ്റർ ജനിക്കുകയല്ല, അവനെ ഉണ്ടാക്കിയെടുക്കാണ്. ആരാണ് ഉണ്ടാക്കിയത്? വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ എന്ന ഒരു മാഡ് സയന്റിസ്റ്റ്. ശവപ്പറമ്പിലെ 8ഓളം ശവങ്ങൾ എടുത്തുകൊണ്ടാണ് ഇതുപോലൊരു മോൺസ്റ്ററെ അയാൾ നിർമ്മിച്ചെടുത്തത്. എന്നാൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് വലിയൊരു ആപത്തായേക്കും. ഭയന്നുപോയ വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈന് ആ രൂപത്തെ, ആ ഒരു മോൺസ്റ്ററെ തന്നെ ഇല്ലാതാക്കാണ് അയാളുടെ സൃഷ്ടിയെ. എന്നാൽ യഥാർത്ഥത്തിൽ ഈ മോൺസ്റ്റർ ചത്തിട്ടില്ലായിരുന്നു. അവൻ തിരിച്ചു വരികയാണ് പ്രതികാരം വീട്ടാനായിട്ട്. വിക്ടറിനെ കിട്ടാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ആ ഒരു കൊട്ടാരത്തിൽ വെച്ച് കൊന്നുകളഞ്ഞ് അവൻ നാടുവിടുകയാണ്. എന്നാൽ ഈ ഒരു മോൺസ്റ്റർ അവനെ ഇല്ലാതാക്കാനായിട്ട് വിക്ടർ ഇറങ്ങിത്തിരിക്കുകയാണ്. അന്റാർട്ടിക്കയിലേക്ക് പോയി. അവിടെ കൊടൂരമായ തണുപ്പായിരുന്നു. ആ തണുപ്പിനെ ഈ മോൺസ്റ്റർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. എന്നാൽ വിക്ടർ ആ തണുപ്പിനെ അതിജീവിക്കാതെ അവിടെ കിടന്ന് മരിക്കുകയാണ്. എന്തൊക്കെയായാലും വിക്ടർ ആണല്ലോ അവന്റെ സൃഷ്ടാവ്. ആ സ്നേഹവും ബഹുമാനവും അവൻ ഇല്ലാതിരിക്കുമോ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു കല്ലറയിലേക്ക് തന്നെ, കുടുംബ കല്ലറയിലേക്ക് തന്നെ ഈ മോൺസ്റ്റർ അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ അടക്കം ചെയ്യാണ്. ആ സമയത്ത് അവന്റെ ഉള്ളിലേക്ക് ഒരുപാട് വിഷമവും കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇതേ നേരം ഈ ശവപ്പറമ്പിലായിട്ട് ചില ആളുകൾ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആരായിരിക്കും? മറ്റാരുമല്ല, ഒരുപാടധികം പിശാചുകൾ. ഈ പിശാചുക്കൾ വന്നിട്ട് ഈ മോൺസ്റ്ററെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. ഇവൻ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇവൻ അത്ര ചില്ലറക്കാരനാണോ? അവനെ പിടിക്കാൻ വന്ന പിശാചുക്കളെ വരെ അവന് കൊല്ലുന്നുണ്ട്. അങ്ങനെ ചത്തുപോകുന്ന ഈ പിശാചുക്കൾ നേരെ നരകത്തിലേക്കാ പോവുക. അതുപോലെ ശവപ്പറമ്പ് ആയതുകൊണ്ട് തന്നെ കുറെ കുരിശും കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് വെച്ച് കുത്തുമ്പോഴൊക്കെ മുഴുവൻ തീയായിട്ട് അവറ്റകൾ നശിച്ചില്ലാതാവുകയാണ്. കുറേ അധികം അകലെ നിന്നുകൊണ്ട് ഈ നടക്കുന്ന സംഭവങ്ങൾ ചില ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. ആരാന്നറിയോ? ഏഞ്ചൽസ്. അവർ ഒരു ശില്പത്തിന്റെ രൂപത്തിലായിരുന്നു അവിടെ അങ്ങനെ ഇരിക്കുന്നത്. അതായത് ഭൂമിയിലെ കാര്യങ്ങൾ നിരീക്ഷിക്കാനായിട്ട് അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അവരുടെ കണ്ണുകൾ ഇപ്പോൾ അനങ്ങുകയാണ്. അതിന് ജീവൻ വന്നു. ഇവരിപ്പോ ഈ ഒരു മോൺസ്റ്ററെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഇവന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആ പിശാചുക്കൾ വന്നിട്ട് ഇവനെ പൂർണ്ണമായിട്ടും കീഴടക്കി വെച്ചിരിക്കുകയാണ്. അതിലൊരു പിശാചു പറയുന്നുണ്ട്, ഇവനെ കൊല്ലണ്ട, ഇവനെ നമുക്ക് നെബറിയാസിന്റെ അടുത്തേക്ക് എത്തിക്കണം. അതായത് പിശാചുക്കളുടെ ഒരു രാജകുമാരനാണ് ഈ നെബറിയാസ്. അങ്ങനെ നമ്മുടെ ഫ്രാങ്കിൻസ്റ്റൈൻ എന്ന ഈ ഒരു മോൺസ്റ്ററിന് പേര് വരാൻ കാരണം അവൻ ഉണ്ടാക്കിയ സയന്റിസ്റ്റിന്റെ പേര് വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ എന്നാണല്ലോ. സോ അതുകൊണ്ടാണ് പല ആളുകളും ഈ ഒരു മോൺസ്റ്ററിനെ ഫ്രാങ്കിൻസ്റ്റൈൻ എന്ന് വിളിക്കുന്നത്. എന്തായാലും ഫ്രാങ്കിൻസ്റ്റൈനെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് ഈ 2 ഏഞ്ചൽസ് വരികയാണ്. അവരുടെ പേര് ഓഫിറും അതുപോലെ തന്നെ ഗസായിയാണ്. ഗസായിയും ഓഫിറും വന്നിട്ട് ഈ പിശാചുക്കളെ മുഴുവനായിട്ട് കൊന്നുകളയുന്നുണ്ട്. ചാവുന്ന പിശാചുക്കളൊക്കെ നേരെ പോകുന്നത് നരകത്തിലേക്കായിരിക്കും. പക്ഷെ ഏഞ്ചൽസ് ആയിട്ടുള്ള ഓഫിർ, ഗസായ 2 പേർക്കും അത്ഭുതം തോന്നുകയാണ്. ഒരു പിശാച് ഒരു മനുഷ്യനെ വേട്ടയാടാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരും. അതിന്റെ കാര്യമുണ്ടോ? അപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത്. ഈ വേട്ടയാടപ്പെട്ട ഈ മനുഷ്യൻ ഫ്രാങ്കിൻസ്റ്റൈൻ അവനൊരു മനുഷ്യനല്ല, സംതിങ് സ്പെഷ്യൽ ആയിട്ട് ഇവൻ എന്തോ ഒന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രാങ്കിൻസ്റ്റൈന്റെ കയ്യിൽ ഇപ്പൊ ഒരു പുസ്തകം കാണുന്നുണ്ടല്ലോ. ആ പുസ്തകം എന്താണ്? വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ എന്ന ആ ഒരു സയന്റിസ്റ്റ് ഉണ്ടല്ലോ, ആ സയന്റിസ്റ്റിന്റെ ഡയറിയാണിത്. മോൺസ്റ്റേഴ്സിനെ കുറിച്ച് പല കാര്യങ്ങളും ഈ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ്, അവറ്റകൾ ഉണ്ട് എന്ന് ഏഞ്ചൽസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഓഫിറും ഗസായ 2 പേരും അവരുടെ ആ ഒരു ലോകത്തിലേക്ക് ഫ്രാങ്കിൻസ്റ്റൈനെ കൊണ്ടുപോവാണ്. അവിടെ തന്നെ അവരുടെ ക്യൂനും ഉണ്ടായിരുന്നു. പിന്നെ ക്യൂനിന്റെ വലം കൈ ആയിട്ടുള്ള മറ്റൊരു ഏഞ്ചൽ ഉണ്ട്, ഗിഡിയൻ. ഇപ്പോ നമ്മുടെ ഈ ഒരു ഫ്രാങ്കിൻസ്റ്റൈനെ കണ്ട വാർഡിനെ പറയുന്നുണ്ട്, ഇതൊരു മൃഗമാണ്, മോൺസ്റ്റർ ആണ്, നമ്മളെ വെച്ചുകൊണ്ട് കണ്ട കൊന്നു കളയാന്. കാരണം നെബേറിയസ്, ആ പിശാച് അവനൊരാളെ തേടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു സാധാരണ ആളായിരിക്കില്ല എന്ന ക്യൂൻ പറയാണ്. ഒറ്റയടിക്കൊന്നും ഇവനെ കൊല്ലേണ്ട ആവശ്യമില്ല, ഇവനും ഒരു മനുഷ്യനെ പോലെ തന്നെയാണ്, ഇവനും ജീവനുണ്ട്, നമ്മൾ എന്തായാലും കാത്തിരിക്കണം. എന്തിനാണ് നെബറിയാസ് ഇവനെ തേടിക്കൊണ്ടിരിക്കുന്നത്? എന്തറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നെബറിയാസ് എന്ന ആ ഒരു ചെകുത്താൻ, അവന്റെ പിശാചിന്റെ കൂട്ടങ്ങൾ ഈ ഒരു ഭൂമിയെ, ഈ ലോകത്തെ തന്നെ കീഴ്പ്പെടുത്താൻ നോക്കുകയാണ്. എന്നാൽ അവർക്കെതിരായി നിന്ന് അവരെ തോൽപ്പിക്കാനായിട്ട്, അവരുടെ ആ ഒരു ആധിപത്യം ഭൂമിയിൽ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ് ഈ ഏഞ്ചൽസ്. അപ്പൊ ആ കൂട്ടത്തിന്റെ റാണിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ അവരുടെ കമാൻഡറാണ് ഗിഡിയൻ. ഈ സമയത്ത് ഇവർ ചോദിക്കുന്നുണ്ട്, നിന്നെ ഉണ്ടാക്കിയ ആ ഒരു സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഭാര്യയെ തന്നെ നീ എന്തിനാ കൊന്നേന്ന്. ഇപ്പൊ ഫ്രാങ്കിൻസ്റ്റൈൻ പറയുന്നത്, എനിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയില്ല, എനിക്കത് തീരെ പറ്റില്ല. എന്തായാലും അവന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു ക്യൂൻ പറയാണ്, നിനക്ക് ഇതുവരെയായിട്ടും ആരും പേര് വെച്ചിട്ടില്ല, തൽക്കാലം നിന്നെ ഞങ്ങൾ ആദം എന്ന് വിളിക്കാന്ന് പറയണം. അപ്പൊ ആദം, നിന്നെ നെബറിയാസ് തേടണമെങ്കിൽ സംതിങ് സ്പെഷ്യൽ ആയിട്ട്
എന്തെങ്കിലും നിന്റെ ഉള്ളിലുണ്ടാവും. നീ എന്തായാലും ആ ഒരു ചെകുത്താന്റെ കീഴിൽ പോണ്ട. തൽക്കാലം സേഫ് ആയിട്ട് ഇവിടെ തന്നെ ഇരുന്നോ. ഈ ഒരു കോട്ടയും ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള ഈ ലോകം മുഴുവൻ നിനക്ക് വളരെ സുരക്ഷിതമായിരിക്കും. സോ ആ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. അത് വലിയൊരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ ഈ ഒരു ആദത്തിനെ രക്ഷപ്പെടുത്തിയ ഓഫിർ ഉണ്ടല്ലോ, ഓഫിർ നേരെ ഇവരുടെ ആ ഒരു ആയുധങ്ങളും വെപ്പൺസും ഇതെല്ലാം സൂക്ഷിച്ച ആ ഒരു ഭാഗത്തേക്ക് അവനെ കൊണ്ടുപോവാണ്. ഒരുപാടധികം വെപ്പൺസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വെച്ച് ആ പിശാചുക്കളെ കൊല്ലാൻ പറ്റും. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രത്യേകത. ഏതൊരു വെപ്പണിയും വേണമെങ്കിൽ നമുക്ക് ഹോളി വെപ്പണായിട്ട് മാറ്റാൻ കഴിയും. അതെങ്ങനെയാണ്? അവരുടേതായ ഒരു പ്രത്യേക ചിഹ്നമുണ്ട്. 3 വരയും അതിന് ക്രോസ് ആയിട്ട് മറ്റൊരു വരയും. ഇതൊരു ആയുധത്തിൽ വരക്കുകയാണെങ്കിൽ അതൊരു ഹോളി വെപ്പണായിട്ട് മാറ്റാൻ കഴിയും. ആ വെപ്പൺ ഉണ്ടെങ്കിൽ മാത്രമേ പിശാചുക്കളെ കൊല്ലാൻ കഴിയുള്ളൂ. അതുപോലെ വെപ്പൺസ് ഉപയോഗിച്ച് പിശാചുക്കളെ കൊന്നു കഴിഞ്ഞാൽ അവറ്റകൾ നരകത്തിലേക്ക് പോകും. അതുപോലെ തന്നെ ഏഞ്ചൽസ് ആയിട്ടുള്ള ഞങ്ങൾ മരണപ്പെട്ടാൽ ഞങ്ങൾ നേരെ സ്വർഗത്തിലാ പോവുക. എന്തായാലും ആയുധം കണ്ട സമയത്ത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് വെപ്പൺസ് അവന് നന്നായിട്ട് ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഓഫിർ പറയാണ്, നീ എന്തായാലും മനുഷ്യരെ പോലെയല്ല, അവരെക്കാൾ സ്ട്രെങ്ത്തും ഉണ്ട്, വേഗതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ നിനക്ക് നിന്നോടെ ആ പിശാചുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട്, യുദ്ധം ചെയ്യാനായിട്ട്. ഇപ്പൊ ആദ്യം പറയാണ്, എനിക്കതിന് പറ്റില്ല. അതുപോലെ ഞാൻ ഇവിടെ നിൽക്കുന്നുമില്ല, ഞാൻ ഇവിടുന്ന് പോവാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ പോവാൻ നിൽക്കുകയാണ്. പോകുന്നതിന് മുന്നേ ആയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ സയന്റിസ്റ്റ് ഉണ്ടല്ലോ, വിക്ടറുടെ ആ ഒരു ഡയറി ഇവര് മേടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങൾ സേഫ് ആയിട്ട് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട്, ഇനി എപ്പോഴെങ്കിലും നിനക്ക് തിരിച്ചു വരാൻ തോന്നുകയാണെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വന്നോ, 2 കൈയും നീട്ടി ഞങ്ങൾ സ്വീകരിക്കുന്നു ആ ക്യൂനും ബാക്കിയുള്ള ഏഞ്ചൽസും പറയുന്നുണ്ട്. എന്നാൽ ഇവിടം വിട്ട് ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്ന ഒരു ധാരണയിൽ തന്നെ, അല്ലെങ്കിൽ ആ ഉറപ്പിൽ തന്നെ നമ്മുടെ ഈ ഒരു ആദം പോവാണ്. കാരണം മറ്റൊരാളെയും ഇനി അവൻ വിശ്വസിക്കില്ല. ആരുടെ അടുത്തേക്ക് അവൻ പോകുന്നില്ല. ചെകുത്താന്റെ അടുത്തേക്കും പോകുന്നില്ല, മാലാഖയുടെ അടുത്തേക്കും പോകുന്നില്ല, മനുഷ്യരുടെ അടുത്തേക്ക് പോലും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ആരും വരാത്ത, എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് അകലെയായിട്ടുള്ള ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് അവൻ പോവാണ്. ഏകാന്തമായിട്ടുള്ള ജീവിതം. ആ ജീവിതത്തിൽ അവന് കൂട്ടായിരുന്നത് അവന്റെ ആയുധ പരിശീലനങ്ങൾ മാത്രമായിരുന്നു. അവന്റെ സമയം അങ്ങനെയാണ് അവൻ ചിലവഴിച്ചത്. ദിവസങ്ങൾ ഒരുപാട് കടന്നു പോകുന്നുണ്ട്. എല്ലാവരും, ഏഞ്ചൽസ് അതുപോലെ തന്നെ ഈ പിശാചുക്കൾ എല്ലാവരും ഇവനെ മറന്നിട്ടുണ്ടാവും എന്നാണ് ആദം വിചാരിച്ചത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ആ പിശാചുക്കൾ വർഷങ്ങളായിട്ട് അവനെ തേടി നടക്കുകയാണ്. ചില സമയത്തൊക്കെ അവനെ കാണുകയും ചെയ്യും. എന്നാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ആ ഒരു ദേഷ്യവും പക എല്ലാം അവനെ ആക്രമിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് വരുന്ന പിശാചുക്കളുടെ ദേഹത്ത് അവൻ തീർക്കും. ഒരു സമയത്ത് അവൻ വിചാരിക്കുകയാണ്, അവറ്റകൾ ആക്രമിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് പോയിട്ട് വേട്ടയാടി കൊല്ലാന്ന്. സോ അവന്റെ ആ ഒരു യാത്ര തുടങ്ങുകയാണ്. യാത്രയുടെ പല ഘട്ടത്തിലായിട്ട് കൺമുന്നിൽ പെടുന്ന പിശാചുക്കളെല്ലാം വേട്ടയാടി കൊന്നു കളയുന്നുണ്ട്. വർഷങ്ങൾ ഒരുപാട് കടന്നു പോവാണ്. അങ്ങനെ പതിയെ 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 മനുഷ്യരുടെ ഇടയിലേക്ക് ആദം എത്തുന്നുണ്ട്. എന്നാൽ അവൻ ഒളിച്ചിരിക്കാനായിട്ട് പോയ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞു പോയി. 10-200 വർഷമായി. ഇപ്പൊ നമ്മുടെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകത്തിലേക്ക് അവൻ എത്തുകയാണ്. ഈ ലോകം അവന് ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ട് തോന്നുകയാണ്. പക്ഷേ അവന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അവനെ വേട്ടയാടാൻ വരുന്ന പിശാചുകളെ അങ്ങോട്ടേക്ക് വേട്ടയാടി പോവുക. ആരാണ് ഈ നെബറിയാസ് എന്നറിയണം. അവനെ കണ്ടുപിടിക്കണം. അവനെ കൊന്ന് കൊലവിളിക്കണം. കാരണം കുറെ കാലായി നമ്മുടെ ആദത്തിനെ പിടിക്കാനായിട്ട് അവനിങ്ങനെ അവന്റെ പിന്നാലെ കൂടിയിട്ട് ഒരു സമാധാനം ആദത്തിന് കൊടുത്തിട്ടില്ല. അതിന്റെ ആ ഒരു പകയാണ്. എന്തായാലും ആദം നഗരത്തിലേക്ക് വന്നു. ഒരു പിശാചിനെ അവൻ കണ്ടുപിടിക്കണം. അതായത് കണ്ടാൽ മനസ്സിലാവും മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ പോലെ തന്നെയാണ് അവന്മാരും ജീവിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരുത്തിനെ പൊക്കാൻ നിന്നപ്പോൾ അവന് മനസ്സിലായി പണി പാളെന്ന്. അതുകൊണ്ട് അവനായിട്ട് തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ആളൊഴിഞ്ഞൊരു ഭാഗത്ത് വെച്ച് അവനെ പിടിക്കുന്നുണ്ട്. കഴുത്തിൽ ആയുധം വെച്ച് മര്യാദക്ക് പറ നെബറിയാസ്, അവൻ എവിടെയെന്ന്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഇവിടെ പ്രശ്നം നടക്കുന്ന കണ്ട് ഒരു പോലീസുകാരൻ, ഒരു മനുഷ്യനാണ്, ഇയാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ നേരത്തെ നമ്മുടെ ഈ ഒരു ആദം ആക്രമിച്ച ഒരു പിശാചുണ്ടല്ലോ, അതിനെ രക്ഷപ്പെടുത്താനായിട്ട് വേറെ 2 പിശാചുകൾ വരികയാണ്. ഈ പിശാച് അവിടെ ഉണ്ടായിരുന്ന ആ പോലീസുകാരനെ കൊന്നു കളഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ആദമിനെ ആക്രമിക്കാൻ നോക്കുന്നത്. എന്തായാലും അവിടെ വെച്ച് പൂരം ഫൈറ്റ് നടക്കുകയാണ്. 2 പേരെ കൊന്നു കളഞ്ഞു. ഒരു പിശാചാണെങ്കിൽ പേടിച്ചോടുകയാണ്. അതിനെ വേട്ടയാടാൻ വേണ്ടി തന്നെ ആദം അതിന്റെ പിന്നാലെ പോകുമ്പോൾ എവിടുന്നറിയില്ല ഒരു ഏഞ്ചൽ വന്നിട്ട് അവനെ തൂക്കിയെടുത്ത് ഇവിടുന്ന് കൊണ്ടുപോവാണ്. അതായത് വർഷങ്ങൾ ഒരുപാട് കടന്നു പോയിട്ടും ആദത്തിനെ ഇവർ കറക്റ്റ് ആയിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിലാണ് കഥയുടെ മെയിൻ വില്ലനായിട്ടുള്ള നെബറിയാസിനെ കാണിക്കുന്നത്. നെബറിയാസ് അവനൊരു ചെകുത്താനാണെങ്കിലും നമ്മുടെ ഈ ഒരു കാലത്തിനനുസരിച്ച് അവന്റെ വേഷവും രൂപവും അവന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ലോകം അറിയപ്പെടുന്ന ഭയങ്കര സമ്പന്നനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് ഇന്ന് നെബറിയാസ്. പക്ഷെ ആ ഒരു ബിസിനസ് ഒക്കെ വെറൊരു മറയായിരുന്നു. അതിന്റെ പിന്നിലായിട്ട് വളരെ വലിയ പരീക്ഷണങ്ങൾ അവൻ നടത്തുന്നുണ്ട്. അവന് വലിയൊരു ലാബ് ഉണ്ട്. ആ ലാബിൽ ഒരുപാട് ഡോക്ടർമാരുണ്ട്, പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ആ ഡോക്ടേഴ്സിന്റെ ഒക്കെ ഹെഡ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട്, ടെറാവോ ബാക്കിയുള്ള ആ ഒരു ഡോക്ടേഴ്സ്, ഇവരെല്ലാം വെച്ചിട്ട് നെബറിയാസ് ചെയ്യാൻ വിചാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, വർഷങ്ങൾക്ക് മുന്നേ വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ അയാൾ ഉണ്ടാക്കിയെടുത്തില്ലേ ശവങ്ങളിൽ നിന്നും ജീവൻ, ഒരു മോൺസ്റ്റർ, അതേ പരീക്ഷണങ്ങൾ തന്നെ. സോ ഇതുപോലെ ഇലക്ട്രിക്കൽ ഷോക്ക് കൊടുക്കാനായിട്ട് ഒരു വലിയ മെഷീൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചത്ത് കിടക്കുന്ന എലിയെ ഒരു ഭാഗത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് നേരം അതിന്റെ ദേഹത്ത് ഇവരങ്ങനെ കരണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കിടന്ന് പെട്ടക്കാൻ തുടങ്ങുകയാണ്. അതിന് ജീവൻ ഇല്ലാത്തതാണ്. പക്ഷെ ചില പരീക്ഷണങ്ങളിലൂടെ അതിന് ജീവൻ വെപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ. അങ്ങനെ കൂടുതലായിട്ട് കറന്റ് കൊടുക്കുമ്പോൾ ഇതിന്റെ ഹൃദയം പതിയെ പതിയെ തുടിക്കാൻ തുടങ്ങുന്നത് ഇവർ കാണുന്നുണ്ട്. സോ അധികം വൈകാതെ കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് ആ ഒരു എലി ചത്തോ. എന്നാൽ ഇവർ വിചാരിച്ചതുപോലെ നടന്നില്ല. ആ എലിക്ക് ജീവൻ വെക്കാണ് പോ എന്ന് കരുതി 200 വർഷങ്ങൾക്ക് മുന്നേ വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ
ചെയ്ത ആ ഒരു പരീക്ഷണം അത് പൂർത്തിയാക്കാൻ പറ്റിയെന്ന് ചോദിച്ചാൽ ഇല്ല. ഇതേ സമയത്താണ് നെബറിയാസിന്റെ കമാൻഡർ അങ്ങോട്ടേക്ക് വരുന്നത്. ആദത്തിനെ പിടിക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും 3 പേര് മരിച്ചു എന്നും പറയാണ്. ദേഷ്യം വന്ന നെബറിയാസ് കമാൻഡറിന്റെ മുഖത്ത് നോക്കി ഒരു ഏറ്റ അടി കൊടുത്തിട്ട് പറയാണ്, അധിക സമയം ഇനി നിങ്ങൾക്കില്ല, മര്യാദക കണ്ടുപിടിച്ചോ, എനിക്ക് അവനെ വേണമെന്ന് തന്നെ പറയാണ്. എന്തിനായിരിക്കും ഈ നെബറിയാസ് നമ്മുടെ ആദത്തിനെ തേടിക്കൊണ്ടിരിക്കുന്നത്? സോ ഇവർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്, എങ്ങനെയെങ്കിലും ആദത്തിനെ പിടിക്കണമെന്ന്. അതുകൊണ്ട് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ പിശാചുക്കളിൽ ഒരാൾ ഒരു കാര്യം കാണുന്നുണ്ട്. നമ്മുടെ ആദത്തിനെ ഇപ്പൊ ഒരു കൂട്ടർ തട്ടിക്കൊണ്ടുപോയിട്ടില്ലേ, അത് ആ ഒരു ഏഞ്ചൽസ് ആണ്. അവരുടെ ആ ഒരു താവളത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആദത്തിനെ കെട്ടിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയില്ല. എന്തായാലും ഈ ഒരു വിവരം അധികം വൈകാതെ തന്നെ നെബറിയാസ് അറിയുന്നുണ്ട്. മാത്രമല്ല എലിയിൽ അവർ നടത്തുന്ന ആ ഒരു പരീക്ഷണം അത് പൂർണ്ണമായിട്ടും സക്സസ് ആവുന്നുമില്ല. അപ്പൊ നെബറിയാസ് നമ്മുടെ ടെറാവോയോട് ചോദിക്കുന്നുണ്ട്, ഒരു മനുഷ്യ ശരീരം തരികയാണെങ്കിൽ നിനക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പരീക്ഷണം നടത്താൻ പറ്റുമോ, അതായത് ശവത്തിന് ജീവൻ നൽകാൻ പറ്റുമെന്ന് നീ നോക്ക്. എന്നാൽ ടെറാവോ പറയുന്നത് എലികളെ പോലെയല്ല, മനുഷ്യരുടെ ശരീരം ഭയങ്കര കോംപ്ലക്സ് ആണ്, അതിന് ജീവനോടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ നെബറിയാസ് പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു മോൺസ്റ്ററുടെ ശരീരം കൊണ്ടുവന്നാലോ എന്ന്. ഇത് കേട്ട സമയത്ത് ടെറാവോ ചോദിക്കുകയാണ്, അങ്ങനെയൊന്നൊക്കെ ഉണ്ടോ? ഉണ്ട്. 200 വർഷങ്ങൾക്ക് മുന്നേ വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ ഇതുപോലൊരു മോൺസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ടെറാവോ ചിരിക്കുകയാണ്, അതൊക്കെ കെട്ടുകഥയല്ലേ, 200 വർഷങ്ങൾക്ക് മുന്നേ ഒരാൾക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. ഇതേ സമയത്ത് നെബറിയാസ് പറയുന്നുണ്ട്, വിശ്വസിക്കണം, അയാൾ അന്ന് ഉണ്ടാക്കിയ ആ ഒരു മോൺസ്റ്റർ ഇപ്പോഴും ജീവനോട് ബാക്കിയുണ്ട്, ഞാൻ അതിനെ നിനക്ക് കൊണ്ടുവന്ന് തരും. പിന്നീട് നീ മുഴുവനായിട്ടും പഠിച്ച് എനിക്ക് പറഞ്ഞു തരണം എങ്ങനെയാണ് ഇതുപോലെയുള്ള മോൺസ്റ്റേഴ്സിനെ ഒരുപാട് ഉണ്ടാക്കുക എന്നുള്ളത്. മാത്രമല്ല എവിടെയാണ് ഇപ്പൊ ആദം? ആ കാര്യം ഇപ്പൊ നെബറിയാസിനെ അറിഞ്ഞല്ലോ. കാരണം ആ ഏഞ്ചൽസ് അവരുടെ ഈ ഭൂമിയിലെ താവളത്തിലേക്ക് ആദത്തിനെ കൊണ്ടുപോകുന്നത് ഒരു പിശാച് കണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതേ കോട്ടയിൽ തന്നെ ഏഞ്ചൽസിനെ കാണിക്കുകയാണ്. ഇവരെല്ലാവരും ഇപ്പൊ ആദത്തിനെ കെട്ടിവെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കാരണം ഒരു സാധാരണ മനുഷ്യൻ മരിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും ആദം അത് മനസ്സിൽ വിചാരിച്ചതല്ല, ഒരു മനുഷ്യനെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ അയാളുടെ മരണം ഒന്നും ആഗ്രഹിച്ചില്ല. പക്ഷെ ആ ഒരു ഫൈറ്റിനിടയിൽ പിശാചുകൾ ആ പോലീസുകാരനെ കൊന്നു കളഞ്ഞു. എന്തായാലും ആ മനുഷ്യൻ മരിക്കാൻ കാരണക്കാരൻ ആരാണ്? ആദമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദത്തിനെ ഇവിടെ ഇങ്ങനെ പൂട്ടി വെച്ചിരിക്കുന്നത്. ഇതേ സമയം തന്നെ ആദം ആ ഒരു ക്യൂവിനെ നോക്കിയിട്ട് പറയാണ്, എന്റെ ജീവൻ, എന്റെ ശരീരം, എന്റെ ജീവിതം, എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നു പറഞ്ഞപ്പോ ഈ ക്യൂയിൻ ആ സമയത്ത് ഒരു ദേഷ്യം വരാണ്ട് അവരുടെ ആ ഒരു യഥാർത്ഥ രൂപത്തിലേക്ക് ഒരു വരുത്തങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ടൊരു കാര്യം അവനോട് പറയാണ്, നിന്റെ ഈ ജീവിതം തന്നെ നിനക്ക് തന്നൊരു പിച്ചയാണ്, നിന്നെ കണ്ട അന്ന് തന്നെ നിന്നെ കൊല്ലണമെന്ന് ഞങ്ങൾ തീരുമാനിച്ച, പക്ഷെ നിന്നെ വെറുതെ വിട്ടു. ഈ സമയത്താണ് ഇവരെല്ലാവരും നിൽക്കുന്ന ഈ കോട്ടയ്ക്ക് പുറത്തായിട്ട് എന്തോ വലിയ ശബ്ദം കേൾക്കുന്നത്. ഏഞ്ചൽസിന്റെ ലീഡർ ആയിട്ടുള്ള കമാൻഡർ ആയിട്ടുള്ള ഗിഡിയൻ വേഗം ചെന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് പിശാചുക്കൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് അറിയില്ല, ഇവരുടെ ഈ ഒരു സ്ഥലം പിശാചുക്കൾ എങ്ങനെയോ കണ്ടുപിടിച്ചു. അവര് പടയോടുകൂടി വരികയാണ് ഇങ്ങോട്ട്. ഇനിയിപ്പോ നോക്കി നിന്നിട്ട് കാര്യമല്ല, ഏഞ്ചൽസ് അവരുടെ പടയാളികൾ, അതായത് പിശാചുക്കൾ ഒരുപാട് ഉണ്ടെങ്കിലും ഏഞ്ചൽസ് കുറച്ചേ ഉള്ളൂ. പക്ഷെ പിശാചുകളെ അപേക്ഷിച്ച് ഏഞ്ചൽസിന് നല്ല ശക്തിയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പിശാചുകളുമായിട്ട് ഇവര് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അറിയാലോ, പിശാചുകൾ അടികൊണ്ട് ചാവുന്ന സമയത്ത് ഫുള്ള് തീപ്പൊരിയായിരിക്കും. ഇവറ്റകൾ നേരെ നരകത്തിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും കുറെ അധികം പിശാചുകളെ മുന്നോട്ടേക്ക് പറഞ്ഞു വിട്ട് കമാൻഡർ ഇത് കുറച്ച് അകലെ നിന്നും വാച്ച് ചെയ്യാണ്. ഇവരുടെ ലക്ഷ്യം ഈ ഏഞ്ചൽസിനെ കുറെ എണ്ണത്തിനെ കൊന്ന് ഈ യുദ്ധത്തിൽ ജയിക്കലൊന്നുമല്ല, എങ്ങനെയെങ്കിലും ഇവർ പിടിച്ചു വെച്ച ആദുണ്ടല്ലോ അവനെ അടിച്ചു മാറ്റണം, നേരെ നെബറിയാസിന് കൊണ്ടേ കൊടുക്കണം. അതുപോലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള 3 ഏഞ്ചൽസ് ഉണ്ടല്ലോ, ഗിഡിയൻ, ഓഫിർ, ഗസായ. ഇപ്പൊ ഓഫിറിനോടും ഗസായോടും ഗിഡിയൻ പറയാണ് എങ്ങനെയെങ്കിലും പോയിട്ട് ആദത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക. സോ ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോവാണ്. ഏഞ്ചൽസും പിശാചുകളും തമ്മിലുള്ള യുദ്ധം ഘോരമായിട്ട് തന്നെ നടക്കുകയാണ്. ഈ യുദ്ധത്തിൽ ചില ഏഞ്ചൽസ് മരിക്കുകയാണ്. അവർ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആകാശത്തിലേക്ക് ഒരു നീല വെളിച്ചം പോകും. അതായത് ഏഞ്ചൽസിന്റെ ആത്മാവ് ഉണ്ടല്ലോ, ആ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ആ നീല വെളിച്ചം. അതുപോലെ ഗിഡിയനെ നോക്കുകയാണെങ്കിൽ അവനൊരു മോൺസ്റ്റർ രൂപത്തിലേക്ക് വരാൻ കഴിയല്ലോ, ഏഞ്ചൽസിന് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ. ആ രൂപത്തിലേക്ക് വന്ന് പറന്നു പോയിട്ട് ഒരുപാട് പിശാചുകളെ കൊല്ലുകയാണ്. എന്നാൽ അവൻ പുറത്തേക്ക് പോയ ആ ഒരു സമയം നോക്കിയിട്ട് കമാൻഡർ പിശാച് ഉണ്ടല്ലോ ഉള്ളിലേക്ക് വരികയാണ്. അവർ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു. നമ്മുടെ ആദ്യത്തിനാണെങ്കിൽ ഇവരൊരു ഷെയറിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഓഫിറുണ്ട്, ഗസായും ഉണ്ട് തൊട്ടടുത്ത്. ഈ ഓഫിറിനോട് പറയാണ്, എന്റെ ജീവൻ ഞാൻ എങ്ങനെയെങ്കിലും നോക്കിക്കോളും, ഈ കെട്ടൊന്നഴിച്ച് എനിക്കൊരു ആയുധം താന്ന് പറയാണ്. ഇപ്പൊ ഓഫിറും ഗസായ ഇവർ നോക്കുമ്പോൾ വേറൊരു വഴിയില്ല, പിശാചുക്കൾ ഒരുപാട് വന്നോണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഓഫിർ നമ്മുടെ ആദത്തിന്റെ കെട്ട് വെട്ടിക്കൊടുക്കുകയാണ്. പിന്നെ പറയേണ്ട, ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ആദം, അതുപോലെ ഓഫിർ, ഗസായ ഇവര് പൂരം ഫൈറ്റ്, പിശാചുകളെ കൊന്ന് കൊലവിളിക്കുകയാണ്. അതുപോലെ പുറത്ത് നോക്കുകയാണെങ്കിൽ ഗിഡിയനും ബാക്കിയുള്ള ഏഞ്ചൽസും പുറത്തും ഫൈറ്റ്, അകത്തും ഫൈറ്റ്. എന്നാൽ അകത്ത് ഒരുപാട് പിശാചുക്കൾ ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ ഗസായിക്ക് ആദ്യം തന്നെ പുറകിൽ വെട്ടേൽക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഓഫിർ പെട്ടെന്ന് തന്നെ മരിച്ചുപോയി. കാരണം അവൻ അത്രയും മാരകമായിട്ട് അവർ മുറിവേൽപ്പിച്ചിട്ടുണ്ടായി. ഉടനെ തന്നെ അവന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോവാണ്. ഇതേ സമയത്ത് ഗസായും കിടന്ന് പിടയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആദം അവളുടെ അടുത്തേക്ക് ചെന്നെങ്കിലും ഞാനും അവന്റെ അരികിലേക്ക് പോവാന്ന് പറയാണ്. ഈ കാര്യം ക്യൂവിന് മനസ്സിലായി, അവർ കഷ്ടപ്പെടുകയാണ്. സോ ഈ ക്യൂവിന് കാവലായിട്ട് നിന്ന ബാക്കിയുള്ള ഏഞ്ചൽസിനോട് അങ്ങോട്ടേക്ക് പോയിട്ട് സഹായിക്കാൻ വേണ്ടി പറയാണ്. അതായത് നിലവിൽ ഈ ക്യൂവിന്റെ അടുത്ത് ഇപ്പൊ ആരുമില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആദമാണെങ്കിൽ ഒരു പിശാചിനെ അടിച്ച് തോപ്പിച്ച് അവനെ കൊല്ലാതെ എവിടെയാടാ നെബറിയാസ്, അവന്റെ താവളം എവിടെയാന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു പിശാചാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയാണ്, എല്ലാ ഏഞ്ചൽസും ആദം നിന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ടല്ലേ, എന്നാൽ ഞങ്ങളുടെ പദ്ധതി അതല്ല.
നിങ്ങളുടെ എല്ലാവരുടെയും ദിശ മാറ്റി നിങ്ങളുടെ ക്യൂവിനുണ്ടല്ലോ അവരെ തട്ടിക്കൊണ്ടുപോകലാണ്. അതായത് ഇപ്പൊ ഈ ഏഞ്ചൽസിന്റെ ക്യൂവിന്റെ അടുത്ത് ആരുമില്ല. ആ സമയം നോക്കി ഒരുപാട് പിശാചുകൾ അങ്ങോട്ടേക്ക് വന്ന് ക്വീൻ ഇപ്പോ നിലവിൽ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അതായത് നെബ്രിയാസിന്റെ കയ്യിലാണ് ഇപ്പൊ ക്വീൻ ഉള്ളത്. കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ദേഷ്യം കൊണ്ട് ആദാണെങ്കിൽ ആ ഒരു പിശാചിനെ തല്ലി കൊന്നുകളയാണ്. അപ്പൊ തന്നെ നരകത്തിലേക്ക് അവൻ പോകുന്നുണ്ട്. അങ്ങനെ പിശാചുകളെ മുഴുവനായിട്ടും തുരത്തി ഓടിച്ച് എന്ന് കരുതിയിട്ട് നമ്മുടെ ഗിഡിയൻ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഓഫിർ ഗസായ രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇവരെ ഏറ്റവും കൂടുതൽ ഷോക്കാക്കിച്ച കാര്യം എന്താ വെച്ചാൽ ഇവരുടെ ക്യൂവിനെയും ഈ വന്ന പിശാചുകൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ യഥാർത്ഥ ഉദ്ദേശം അത് തന്നെയാണ്. ഇവിടെ വെച്ച് ഗിഡിയൻ ഒരു തീരുമാനം എടുക്കാണ്, ക്യൂവിനെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. സോ നെബ്രിയാസ് തേടിക്കൊണ്ടിരിക്കുന്ന ആദത്തിനേക്കാൾ ഭയങ്കര വാല്യുള്ള വേറൊരു സാധനം ഇവരുടെ കയ്യിലുണ്ട്. അത് തന്നെ വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈന്റെ ആ ഒരു ഡയറി. അത് കൊടുക്കാന്ന് ഇപ്പൊ ഗിഡിയൻ തീരുമാനിക്കുകയാണ്. ഒരു പിശാച് വഴി ഇവരുടെ ആ ഒരു ഡീൽ ഇവർ ഓക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ നെബ്രിയാസിന് ഈ പുസ്തകം കൈമാറാനായിട്ട് അങ്ങോട്ടേക്ക് ഗിഡിയൻ അതുപോലെ തന്നെ ആദം രണ്ടുപേരും ചെല്ലുകയാണ്. ആദാണെങ്കിൽ ഒരു ഭാഗത്ത് പോയിട്ട് മറിഞ്ഞിരിക്കുകയാണ്. ഗിഡിയനാണ് ഈ പുസ്തകവുമായിട്ട് പിശാചുക്കളുടെ കമാൻഡറുടെ അടുത്തേക്ക് വരുന്നത്. കാരണം അവന്റെ കയ്യിലാണ് ഇവരുടെ ക്യൂവിനുള്ളത്. ഗിഡിയൻ ആ ഒരു പുസ്തകം പൊക്കി പിടിച്ചുകൊണ്ട് വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ അയാൾ എഴുതിയ മഹത്തായ ആ ഒരു പുസ്തകം അത് എന്റെ കയ്യിലുണ്ട്, ഞങ്ങളുടെ കുമാരിയെ തിരിച്ചു തരണം എന്ന് പറയാം. അങ്ങനെ ആ ഒരു പുസ്തകം മേടിച്ച് കമാൻഡർ ഇപ്പോ ക്യൂവിനെ അവിടെ ഇട്ട് പോവുകയാണ്. ഗിഡിയന് വേണ്ടത് അതാണ്, അവരുടെ ക്യൂവിനെയാണ്. അങ്ങനെ ക്യൂവിനുമായിട്ട് ഗിഡിയൻ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഇതിന് ശേഷം അവിടെ മറിഞ്ഞിരുന്ന ആദുണ്ടല്ലോ പിശാചുക്കളെ ആക്രമിക്കുകയാണ്. കാരണം ആ പുസ്തകം അങ്ങനെ വിട്ട് കളയാനൊന്നും അവന് പറ്റില്ലായിരുന്നു. എന്നാൽ കമാൻഡർ ചെയ്ത പരിപാടി എന്താണോ, ബാക്കിയുള്ള പിശാചുക്കളും ഈ ഒരു ആദവും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ അവിടുന്ന് സ്ഥലം വിടുകയാണ്. എന്നാൽ നമ്മുടെ ആദവും വെറുതെ വിടുവോ, ബാക്കിയുള്ള പിശാചുകളെ കൊന്നിട്ട് ഇതേ ആ ഒരു കമാൻഡറുടെ പിന്നാലെ ചെല്ലുകയാണ്. അവസാനം എവിടെയാണ് നെബ്രിയാസ് ഇരിക്കുന്നതെന്ന് നമ്മുടെ ഈ ഒരു ആദം കണ്ടുപിടിച്ചു. ഇയാളുടെ ലാബും കണ്ടുപിടിക്കുകയാണ്. ഇതേ സമയം തന്നെ ലാബിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നെബ്രിയാസിന്റെ എല്ലാ പരീക്ഷണങ്ങളും മുന്നിൽ നിന്ന് ചെയ്തതാരാണ്, തെറാവോ. എന്നാൽ തെറാവോ അല്ലാതെ സീക്രട്ട് ആയിട്ട് മറ്റൊരു സയന്റിസ്റ്റ് കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലായാൽ തെറാവോ എന്തായാലും അതിന് കൂട്ടു നിൽക്കില്ല. അതുകൊണ്ടാണ് മറ്റൊരു സയന്റിസ്റ്റിനെ, ഇവരുടെ എല്ലാ പരിപാടി അറിയുന്ന മറ്റൊരു സയന്റിസ്റ്റിനെ നെബ്രിയാസ് വെച്ചിരിക്കുന്നത്. ഇയാളുടെ മെയിൻ പരിപാടി ഒരുപാട് ശവങ്ങളെ കളക്ട് ചെയ്യുക, പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നോളേജ്, ആ ഒരു എന്താ പറയാ അറിവ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ശവങ്ങളിലേക്ക് കൊടുത്തു തുടങ്ങുക, ശവങ്ങളിൽ നിന്ന് മോൺസ്റ്റേഴ്സ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഈ ഒരു സയന്റിസ്റ്റിന്റെ, അതായത് നെബ്രിയാസിന്റെ എല്ലാ ഉദ്ദേശം അറിയുന്ന ഈ സയന്റിസ്റ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ സമയത്താണ് കമാൻഡർ നമ്മുടെ ആദത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ വിലപ്പെട്ട അവനെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു പുസ്തകവുമായിട്ട് നെബ്രിയാസിന്റെ അടുത്തേക്ക് കമാൻഡർ വരുന്നത് കേട്ടോ. നെബ്രിയാസിന് ഇത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. എന്നാൽ ഈ പുസ്തകത്തിൽ നിന്നും ഒരു മോൺസ്റ്റർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ അന്ന് എന്താ ചെയ്തത് എന്നൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഈ ഒരു ഈവിൾ സയന്റിസ്റ്റിനില്ല. അതുകൊണ്ട് തന്നെ ആ പുസ്തകം എടുത്തിട്ട് നെബ്രിയാസ് നേരെ ചെല്ലുന്നത് ടെറാവോയുടെ അടുത്തേക്കാണ്. ഇതേ നേരം തന്നെ ലാബിലേക്ക് ആര് വന്ന് കയറിയിട്ടുണ്ട്, നമ്മുടെ ആദം തന്നെ. ആ ലാബിന്റെ പല ഭാഗത്തുകൂടെ ആരും അറിയാതെ അവനിങ്ങനെ പല അറകളിലേക്ക് പോയി നോക്കുമ്പോൾ ശരിക്കും ഷോക്കിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവൻ കാണുക. എന്താണല്ലേ, ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള വലിയ ഗോഡൌണുകളിൽ ആയിരക്കണക്കിന് മനുഷ്യ ശരീരങ്ങള്, ശവങ്ങള് പ്രത്യേക രീതിയിൽ പ്രിസർവ് ചെയ്ത് അതങ്ങനെ തൂക്കി വെച്ചിരിക്കാന്നേ. എന്തിനാണ് ഈ ശരീരങ്ങളെ മുഴുവൻ ഇങ്ങനെ എടുത്തു വെക്കുന്നത്? അത് തന്നെ വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈന്റെ ആ പരീക്ഷണം അതെന്താണെന്ന് മനസ്സിലാക്കി ഈ ശവങ്ങൾക്ക് മുഴുവൻ ജീവൻ കൊടുക്കണം, എന്നിട്ട് അവറ്റകളെ മോൺസ്റ്റേഴ്സ് ആക്കണം, എന്നിട്ട് മോൺസ്റ്റേഴ്സിന്റെ വലിയൊരു പട തന്നെ ഉണ്ടാക്കിയിട്ട് നെബ്രിയാസ് എന്ന ആ ഒരു ചെകുത്താന് ഭൂമിയെ, ഈ ലോകത്തെ തന്നെ കീഴ്പ്പെടുത്തണം, എന്നിട്ട് അവൻ ഇവിടുത്തെ രാജാവായി ചക്രവർത്തിയായിട്ട് വാഴണം. സോ അവന്റെ സൈന്യത്തിലേക്കുള്ള ഒരുപാട് പടയാളികളെ ഉണ്ടാക്കാനായിട്ടാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ പുസ്തകം അതിപ്പോ നെബ്രിയാസിന്റെ കയ്യിൽ കിട്ടിയല്ലോ. പുസ്തകവുമായിട്ട് നേരെ ടെറാവോയുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്നാൽ പുസ്തകം കണ്ടപ്പോൾ ടെറാവോ അവളാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ഏഞ്ചൽസിനെ നോക്കുകയാണെങ്കിൽ ഗിഡിയൻ ഇപ്പോ അവരുടെ ക്യൂവിനോട് ഒരു കാര്യം പറയാണ്, ഇവർക്ക് മെയിൻ ആയിട്ട് പല കാര്യങ്ങളും നഷ്ടമായിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിലെ 16ഓളം ഏഞ്ചൽസിനെ നഷ്ടമായി. അതുപോലെ ഇവരെടുത്തു വെച്ച ആ ഒരു പുസ്തകം ഉണ്ടല്ലോ, ഒരു കാരണവശാലും ക്വീൻ ഈ പുസ്തകം നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞായിരുന്നു. അതായത് ഫ്രാങ്കിൻസ്റ്റൈന്റെ ആ ഒരു പുസ്തകം അത് നഷ്ടമായി, ആദത്തിനെ ഇവർക്ക് നഷ്ടമായി. അതായത് എല്ലാ രീതിയിലും ഇവരിപ്പോ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ ക്വീൻ പറയുന്നത് 200 വർഷമായിട്ട് ദൈവം അവൻ ഇവിടെ ജീവിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ആദത്തിനെ കുറിച്ചാണ് പറയുന്നത്, അവൻ ഇവിടെ ജീവിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുന്ന. ഇതുപോലെ ലാബിലേക്ക് നോക്കുകയാണെങ്കിൽ ടെറാവോയുടെ കയ്യിൽ നെബ്രിയാസ് ആ പുസ്തകം കൊണ്ടേ കൊടുത്തില്ലേ, ആ പുസ്തകത്തിൽ ഒരു മോൺസ്റ്ററിനെ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള എല്ലാ വിവരവും ഫ്രാങ്കിൻസ്റ്റൈൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോന്നും വായിക്കുന്ന സമയത്ത് ടെറാവോ വല്ലാതെ അത്ഭുതപ്പെട്ടു പോവാണ്. ഇത്രയും വർഷം മുന്നേ ഒരാൾക്ക് ഇത്രയും അടിപൊളിയായിട്ട് ഇത്രയും ഇന്റലിജന്റ് ആയിട്ട് ചിന്തിക്കാൻ കഴിയും, ഇത്രയും വലിയ പരീക്ഷണമൊക്കെ അന്ന് അയാൾ ചെയ്തായിരുന്നു. അന്ന് കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ഫിഷ് ഉണ്ടല്ലോ, അതായത് ഈൽ ഫിഷ്, അതിനെ ഉപയോഗിച്ചാണ് അയാൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത്. സോ അതുപോലുള്ള ഒരുപാട് ഇലക്ട്രിക്കൽ ഫിഷിനെ ഉപയോഗിച്ചിട്ട് ഒരുപാട് വോൾട്ടിൽ അയാൾ കറണ്ട് ഉണ്ടാക്കിയെടുത്തു. അയാൾ എന്ന് പറഞ്ഞാൽ വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ. എന്തായാലും പിന്നീട് ആ പുസ്തകത്തിൽ ഫ്രാങ്കിൻസ്റ്റൈൻ എഴുതി വെച്ച പല വിവരങ്ങളും കണ്ടിട്ട് ടെറാവോ വല്ലാതെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ ഒരു ശവത്തിനെ മോൺസ്റ്ററാക്കി മാറ്റാൻ? അവൾ എന്തായാലും ആ ഒരു പരീക്ഷണവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇവരുടെ ആ ഒരു കോട്ട, ആ കോട്ടയുടെ ഉള്ളിലാണ് ലാബുള്ളത്, അങ്ങോട്ടേക്ക് അതിന്റെ ജനലും കാര്യങ്ങളൊക്കെ തകർത്തുകൊണ്ട് ഒരാൾ ചാടി വന്ന് നിൽക്കുകയാണ്. ആരായിരിക്കും? മറ്റാരുമല്ല, ആദം തന്നെ. ആദത്തിന് മെയിൻ ആയിട്ട് 2 ലക്ഷ്യങ്ങളാണ്. അവൻ അവന്റെ ആ ഒരു പുസ്തകം തിരിച്ചു കിട്ടണം, അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് എന്തിനാണ്
എന്തിനാണ് നെബറിയാസ് അവന് പിന്നാലെ ഇങ്ങനെ വരുന്നത്, അവനെ വേട്ടയാടാൻ ശ്രമിക്കുന്നത്? അവന് സമാധാനം കൊടുക്കാത്ത എന്തായാലും ഇങ്ങനെ വേട്ടയാടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ നെബറിയാസിനോട് ഇത്രയും ദേഷ്യം ആദത്തിന് തോന്നുന്നത്. എന്തായാലും ആദ്യം ഇപ്പൊ അങ്ങോട്ടേക്ക് ചാടി വന്ന് വീണില്ലേ, അപ്പോഴേക്കും നെബറിയാസിന്റെ പിശാചുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ മനുഷ്യരൂപത്തിലാണ്. മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഇവർ ഈ ഒരു രൂപത്തിൽ നിൽക്കുന്നത്. ഇവരുടെ യഥാർത്ഥ രൂപമൊന്നും ഇതൊന്നും അല്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ ആദം വന്നില്ലേ, ആദത്തിന്റെ അടുത്തേക്ക് തന്നെ നെബറിയാസ് പോവാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് നെബറിയാസ് ഈ ആദത്തിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അവനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. സോ നീ ആരാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദം അവന്റെ പേര് പറയാണ്, ആദം. പക്ഷേ ആദം, ആ പേരല്ലല്ലോ നിനക്ക് വേണ്ടത്. നിന്നെ ഉണ്ടാക്കിയ ആള് വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ അല്ലേ? സോ നിന്റെ പേര് അത് ഫ്രാങ്കിൻസ്റ്റൈൻ എന്നല്ലേ? ഞങ്ങൾക്ക് നീ ആദമല്ല, ഫ്രാങ്കിൻസ്റ്റൈൻ ആണ്. എന്നാൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്ന ആദം ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് ഉത്തരം തരണം. കഴിഞ്ഞ 200 വർഷമായിട്ട് നിങ്ങൾ എന്തിനാ എന്നെ വേട്ടയാടി എന്റെ പിന്നാലെ വന്നത്? ഇപ്പൊ നെബറിയാസ് പറയും, നിനക്കത് മനസ്സിലാവണമെങ്കിൽ തൽക്കാലം നീ ഞങ്ങളുടെ കൂടെ നിൽക്ക്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നീ നേരിട്ട് കണ്ട് മനസ്സിലാക്ക്. എന്താണോ നിന്റെ ഫാദർ അന്ന് ചെയ്തത് അതേ കാര്യങ്ങൾ തന്നെ ഞാനും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ നിൽക്കുന്നത് ദാ ഈ ഡോക്ടറാണ്, ടെറാവോ ആണ്. സോ കുറച്ച് ദിവസം നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ആദത്തിനോട് നെബറിയാസ് പറയാണ്. എന്നാൽ ഒരാൾ പറയുന്നത് കേട്ട് അയാളുടെ കീഴിൽ നിൽക്കാനായിട്ട് നമ്മുടെ ആദം, അതല്ല ഇതൊരു മോൺസ്റ്റർ ആണ്, അവൻ സമ്മതിക്കുമോ? ഒരുപാട് സാഹസികമായിട്ട് തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ പുസ്തകം, അതായത് ആ ഡയറി അടിച്ചു മാറ്റി ആദം അപ്പം തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. മാത്രമല്ല അവന്റെ പിന്നാലെ തന്നെ ഈ പിശാചുകളുടെ കമാൻഡർ വരുന്നുണ്ട്. ഇതേ സമയം ആദത്തിന് നോക്കുകയാണെങ്കിൽ ഒരു ടണലിലൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങനെയൊക്കെയോ കയറി സമാധാനമായിട്ട് എന്താണ് ആ പുസ്തകത്തിൽ എഴുതിയെന്ന് അവൻ വായിക്കാൻ തുടങ്ങുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഡോക്ടർ ടെറാവോ, അവൾക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് സംശയം തോന്നുകയാണ്. ഇതൊക്കെ എന്താ ഇവിടെ നടക്കുന്നത്? ആരാണ് ഈ വന്നു പോയത്? വല്ലാത്ത കൺഫ്യൂഷനിൽ നിൽക്കുന്ന ടെറാവോ ഈ കാര്യങ്ങളൊക്കെ നെബറിയാസിനോട് ചോദിക്കുമ്പോൾ നെബറിയാസ് എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയൂ. നീ ഇപ്പൊ നല്ല ക്ഷീണത്തിലാണ്, അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് വിശ്രമിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് നെബറിയാസ് പറയാം. ഇതുപോലെ നമ്മുടെ ആദാണെങ്കിൽ അവന്റെ കയ്യിൽ ആ ഒരു പുസ്തകം കിട്ടിയല്ലോ. അവൻ കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവന്റെ സൃഷ്ടാവ്, അതായത് വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ തന്നെ എഴുതിയ പല കാര്യങ്ങളും അവൻ വായിച്ചു മനസ്സിലാക്കുകയാണ്. എല്ലാവർക്കും ഞാനൊരു ഭ്രാന്തനായിട്ട് തോന്നുകയാണെങ്കിലും ജീവിതത്തിനും മരണത്തിനും അതീതമായിട്ട് പല കണ്ടുപിടുത്തങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും ഞാൻ സൃഷ്ടിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, അതായത് ആദത്തിനെ കുറിച്ച് തന്നെയാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പല കാര്യങ്ങളും ആദത്തിന് ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി. മാത്രമല്ല ശവപ്പറമ്പിലെ ശവങ്ങളിൽ നിന്ന് 7ഓളം ശവങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു ജീവിയാണ് താനെന്ന് ഇപ്പോ ആദം മനസ്സിലാക്കുകയാണ്. ഇതുപോലെ തന്നെ ടെറാവോയെ നോക്കുകയാണെങ്കിൽ അവൾക്ക് മനസ്സിലായി എന്തൊക്കെയോ ദുരൂഹത ആ ലാബിൽ നടക്കുന്നുണ്ട്. അതായത് നെബറിയാസ് ഇയാളുടെ ആ ഒരു പരീക്ഷണത്തിന് അതിന് വെറൊരു ലക്ഷ്യമല്ല, അതിനും അപ്പുറമായിട്ട് മറ്റെന്തൊക്കെയോ ഉണ്ട്. സോ ആ കാര്യങ്ങൾ ടെറാവോയ്ക്ക് അറിയണം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ടെറാവോ ആണെങ്കിൽ ഇപ്പോ ആദത്തിനെ തേടിയിട്ട് അവൾക്ക് പറ്റാവുന്ന രീതിയിൽ നഗരത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ അവളായിട്ട് തേടി പോകേണ്ട ആവശ്യം വന്നില്ല. ആദ്യം തന്നെ വന്നിട്ട് ടെറാവോയെ കൂട്ടിക്കൊണ്ടുപോവാണ്. അവളോട് ചോദിക്കുകയാണ്, നീ എന്താ ചെയ്യുന്നതെന്നും ആർക്ക് വേണ്ടിയാ ജോലി ചെയ്യുന്നതെന്നും നിനക്ക് വല്ല ധാരണയുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ലാബിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ സൂക്ഷിച്ചു വെച്ച ഒരുപാട് ശവശരീരങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ജീവൻ കൊടുത്ത് ഒരു വലിയ രാക്ഷസ പടയെ തന്നെ ഉണ്ടാക്കാനാണ് നെബറിയാസിന്റെ ലക്ഷ്യം. ടെറാവോ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കി. ഇതേ സമയത്തിന് ആ കമാൻഡർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആദത്തിനെ പിടിക്കാനായിട്ട്, ആ ഒരു പുസ്തകം തിരിച്ചു പിടിക്കാനായിട്ട് കമാൻഡർ അവന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നല്ലോ. രണ്ടുപേരും അവിടെ വെച്ച് ഒരു കൊടൂരമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇരുമ്പിന്റെ ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് തീപ്പൊരി പാർന്ന ഫൈറ്റ് എന്ന് തന്നെ പറയാം. എന്നാൽ ഈ കമാൻഡർ ആണെങ്കിൽ ഒരു പിശാചാണ്, നല്ല ശക്തിയുള്ള ആളാണ്. അവസാനം നമ്മുടെ ആദാണെങ്കിൽ ഈ ഒരു ഫൈറ്റിൽ തോൽക്കുകയാണ്. എന്നാൽ നിലത്ത് വീണെടുക്കുന്ന ആദം ഈ കമാൻഡർ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പാടില്ല. കാരണം ഇത്രയും അധികം ഈ ശവങ്ങൾക്ക് നിങ്ങൾ ജീവൻ കൊടുത്താൽ തന്നെ ഇതൊന്നും നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കാൻ പോകുന്നില്ല, എന്നെ പോലെ ആയിരിക്കും. ഈ സമയത്ത് കമാൻഡർ പറയാണ്, ഇതുപോലെ ശവങ്ങളെ കൊണ്ട് മോൺസ്റ്റേഴ്സിനെ ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അവറ്റകളെ നിയന്ത്രിക്കാനും ഞങ്ങളെ കൊണ്ട് പറ്റും. അതെങ്ങനെയാണെന്നല്ലേ? ഇതുപോലെ മോൺസ്റ്റേഴ്സിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നരകത്തിൽ ഒരുപാട് ആത്മാക്കളില്ലേ, ആ ആത്മാക്കളെ ഇവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഓരോ ശരീരവും ഓരോ ആത്മാവിനും കൊടുക്കും. നരകത്തിൽ നിന്ന് വരുന്ന ഓരോ ആത്മാക്കളുടെ കാര്യം പറയണ്ടല്ലോ. എന്തായാലും അവറ്റകൾ മാലാകമാരായിരിക്കില്ലല്ലോ, മറ്റൊരു തരം പിശാചുക്കൾ. ശരിക്കും നിന്നെ പോലെയുള്ള മോൺസ്റ്റേഴ്സിന് ഞങ്ങൾ എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായോ? നിങ്ങൾക്കൊന്നും ആത്മാക്കളില്ല. സോ നിങ്ങളുടെ പോലെയുള്ള ഒരു ശരീരം ഉണ്ടാക്കിയെടുത്താൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആത്മാക്കളെ നിങ്ങളുടെ ഉള്ളിൽ കയറ്റാൻ പറ്റുള്ളൂ. ഇതും പറഞ്ഞുകൊണ്ട് കമാൻഡർ ആദത്തിനെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് ടെറാവോ ഉറക്കനെ വിളിച്ചു പറയാണ്, അവനെ കൊല്ലാൻ പാടില്ല, കാരണം ഇനി അങ്ങോട്ടേക്കുള്ള പരീക്ഷണത്തിൽ ഇവന് ജീവനോട് ആവശ്യമുണ്ട്. ടെറാവോ ഇങ്ങനെ പറഞ്ഞ സമയത്ത് കമാൻഡറുടെ ശ്രദ്ധ ഒന്ന് തിരിയാണ്. ഈ അവസരം മുതലാക്കി ആദം അവന്റെ കയ്യിൽ ഒരു ഹോളി വെപ്പൺ ഉണ്ടായിരുന്നു. ഒരു ചെറിയ കത്തിയാണ്, അതിൽ ആ ഒരു ചിഹ്നമുണ്ട്. ഇത് വെച്ച് കമാൻഡർ കിட்ட ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. അതേ നിമിഷം അങ്ങോട്ടേക്ക് വന്ന ടെറാവോ ആണെങ്കിൽ കമാൻഡർ മേടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പുസ്തകം അത് അവൾ കൈക്കലാക്കുകയാണ്. അവിടെ വെച്ച് തന്നെ കമാൻഡർ ഇല്ലാതാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫൈറ്റിൽ നമ്മുടെ ആദത്തിന് പുറത്ത് വലിയൊരു മുറി തന്നെ ഉണ്ടായിരിക്കുകയാണ്. സോ ആ ഒരു മുറിയും കാര്യങ്ങളൊക്കെ ടെറാവോ തുന്നി കെട്ടിക്കൊടുക്കുകയാണ്. ഈ സമയത്ത് ആദത്തിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ഇവരിങ്ങനെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്താലൊന്നും നെബറിയാസിനെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്തായാലും ഏഞ്ചൽസിന്റെ ആ ഒരു കൂട്ട് കൂടിയേ മതിയാവുള്ളൂ, എന്നാലേ ഇവറ്റകളെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ, ഇവരുടെ ആ ഒരു പദ്ധതി ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. ഇതേ സമയത്ത് കൂടുതലായിട്ട് നമ്മുടെ ആദവും ടെറാവും ഒന്ന് അടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ടെറാവോ ചോദിക്കുന്നുണ്ട്, നിന്നെ സൃഷ്ടിച്ച ആ സൃഷ്ടാവുണ്ടല്ലോ വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ, അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? ഈ സമയത്ത് വിക്ടർ പറയുന്നുണ്ട്, അദ്ദേഹം എന്നെ ശവങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയ
എനിക്കിതാണ്, എന്നാൽ ഞാൻ തന്നെ വലിയൊരു ആപത്തായേക്കും എന്ന് കരുതിയിട്ട് അയാൾ എന്നെ നശിപ്പിക്കാൻ നോക്കി. ആ സമയത്ത് എനിക്ക് എന്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. ഞാൻ പ്രതികാരം ചെയ്യാനായിട്ട് അയാളുടെ വീട്ടിലേക്ക് ചെന്നു. കൊല്ലാൻ കിട്ടിയത് അയാളുടെ ഭാര്യയായിരുന്നു, ഞാൻ കൊന്നു. എന്നാൽ എന്നോട് പ്രതികാരം ചെയ്യാനായിട്ട് എന്നെ തേടി ആർട്ടിക്കിലേക്ക് വന്ന ആ മനുഷ്യനാണെങ്കിൽ തണുത്തുറഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു. പിന്നീടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വിക്ടർ ഇപ്പോൾ ടെറാവോക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആദം പറയാണ്, ഞാനൊരു മോൺസ്റ്റർ ആണ്, നിന്റെ കൂടെ ഒന്ന് നിൽക്കാൻ ഒരു അർഹതയില്ല. എന്നാൽ ടെറാവോ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നീ ഒരു മോൺസ്റ്റർ ആണെങ്കിലും അതുപോലെ നടന്നാൽ മാത്രമേ നീ ഒരു മോൺസ്റ്റർ ആവുള്ളൂ. നീ അങ്ങനെ ജനിച്ചതുകൊണ്ട് നീ ഒരു മോൺസ്റ്റർ ആവോ? അതായത് നമ്മുടെ ടെറാവോ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്, ഈ പിശാചുക്കൾക്ക് എതിരായിട്ട് നീ പോരാടണം, അവരില്ലാതാക്കണം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ടെറാവോ ആണെങ്കിൽ അവളുടെ ലാബിലൊരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഒരു ഡോക്ടറെ അവൾ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ നോക്കുകയാണ്. കാരണം അവളുടെ സുഹൃത്താണ് ആ ഒരു ഡോക്ടർ, അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറയാനായിട്ട്. സോ ആ ഒരു ഡോക്ടറെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് എങ്ങനെയാണ് വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ മോൺസ്റ്റേഴ്സിനെ ഉണ്ടാക്കുന്നത്, അതിന്റെ അവസാനത്തെ കീ കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി. നിങ്ങൾ എന്തായാലും ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് ടെറാവോ പറയാണ്. സോ അവളെ തേടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ആ ഒരു ഡോക്ടർ വരികയാണ്. എന്നാൽ ടെറാവോ ഈ ഡോക്ടറെ വിളിച്ച കാര്യം നെബ്രിയാസിന്റെ പിശാചിന്റെ ആ ഒരു ഗാർഡിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഗാർഡ്സ് ഉണ്ടല്ലോ അവർക്ക് മനസ്സിലാവുകയാണ്. ഇയാൾ ഇങ്ങോട്ടേക്ക് ശരിക്കും ഒരു ട്രാപ്പ് പോലെ, ഒരു കെണി പോലെയാണ് അവർ പിന്നീട് കൊണ്ടുവന്നത്. ആ ട്രാപ്പിൽ ടെറാവോയെ പെടുത്തി. ഇനി എങ്ങാനും ഇതുപോലെ പെട്ടുപോയാൽ ഇവറ്റകളെ തിരിച്ചാക്രമിക്കാനായിട്ട് ഒരു ഹോളി വെപ്പൺ ടെറാവോയ്ക്ക് ആദ്യം കൊടുത്തായിരുന്നു, അത് അവളുടെ അടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ പിശാചുകളോടൊക്കെ പോരാടാൻ ഒരു സാധാരണ മനുഷ്യന് പറ്റുമോ? നിസാരമായിട്ട് തന്നെ അവളെ അവർ കീഴ്പ്പെടുത്തുകയാണ്. ഇതേ സമയം തന്നെ ആദം അവനെങ്ങോട്ടാ പോയതെന്ന് അറിയോ? അവന് മനസ്സിലായല്ലോ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ പറ്റില്ല, എന്തായാലും ഏഞ്ചൽസിന്റെ സഹായം വേണം. അതായത് അവരുടെ അടുത്തേക്ക് തന്നെ പോയിരിക്കുകയാണ്. ആദ്യം ഇപ്പൊ ഒരു ക്യൂനോട് പറയാണ്, നിങ്ങൾക്ക് വേണ്ട ആ ഒരു പുസ്തകം അത് എന്റെ കയ്യിലുണ്ട്, അത് നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ തിരിച്ചു തരും. പക്ഷെ എന്നെയും അതുപോലെ ആ ലാബിൽ ഉണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട് ടെറാവോ, ഞങ്ങളെ രണ്ടുപേരും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിച്ചേരണം. ക്വീൻ ഈ ഒരു ഡീലിന് ഓക്കെ പറയാണ്, പുസ്തകം തന്നാൽ മതി, നിങ്ങളെ സേഫ് ആക്കാന്ന് പറയണം. എന്നാൽ നിലവിൽ ആദ്യത്തിന് അറിയില്ല ടെറാവോയെ ഓൾറെഡി നെബറിയാസിന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്ന്. മാത്രമല്ല ക്യൂൻ ആ ഒരു പുസ്തകം മേടിച്ച് ഇവരെ സേഫ് ആക്കാന്ന് പറഞ്ഞെങ്കിലും ക്യൂവിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അതായത് ഇനി ഇവനോട് ജീവനോടെ വെച്ചിട്ട് കാര്യമില്ല, അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ഗിഡിയനോട് പറയുന്നുണ്ട്, അവൻ ആ ഒരു പുസ്തകം എവിടെയാ വെച്ചെന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവനെ കൊന്നേക്കുന്നു. അങ്ങനെ പുസ്തകം എടുക്കാനായിട്ട് ആദ്യം അവൻ ആ ഒരു പുസ്തകം വെച്ച രഹസ്യ സ്ഥലത്തേക്ക് പോകുമ്പോൾ പിന്നാലെ തന്നെ ഗിഡിയൻ വരികയാണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ആദത്തിനെയും പിടിച്ചുകൊണ്ട് ഗിഡിയൻ താഴേക്ക് എടുത്ത് ചാടുകയാണ്. ആദത്തിന്റെ നെഞ്ചിലേക്ക് തന്നെ ഒരു കോടാലി കുത്തി കയറ്റാനായിട്ട് ഗിഡിയൻ നോക്കുന്നുണ്ട്. എന്നാൽ അത് ദേഹത്ത് കയറാതിരിക്കാനായിട്ട് ആദം പരമാവധി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും താഴേക്ക് വന്ന് വീഴുകയാണ്. എന്നാൽ ആ ഒരു കോടാലിയുടെ മറുഭാഗം ഗിഡിയന്റെ നെഞ്ചിലേക്ക് കയറുകയാണ്. അവൻ അവിടെ വെച്ച് മരണപ്പെട്ടു. അവന്റെ ആത്മാവ് നേരെ സ്വർഗത്തിലേക്ക് പോവാണ്. ഈ വിവരം ആരറിഞ്ഞു? ക്യൂനെ അറിയാണ്. അവർക്ക് സഹിക്കാൻ കഴിയോ? അവരുടെ കമാൻഡർ തന്നെയാണ് മരിച്ചിരിക്കുന്നത്, കൊന്നത് ആദാണ്. അപ്പൊ ആദത്തിനോടുള്ള ആ ഒരു പക, ദേഷ്യം കാരണം ക്യൂനും അതുപോലെ ബാക്കിയുള്ള എല്ലാ ഏഞ്ചൽസും ആദത്തിനെ കൊന്നു കൊലവിളിക്കാനായിട്ട് അവനെ തേടി പോവാണ്. ഇതേ സമയം ലാബിൽ നോക്കുകയാണെങ്കിൽ ടെറാവോയെ ഇപ്പൊ നെബറിയാസ് ഭീഷണിപ്പെടുത്താണ്, മര്യാദക്ക് ഈ ഒരു പരീക്ഷണം കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട്. എന്നാൽ ടെറാവോ ഇനി ഇത് ഞാൻ ചെയ്യില്ല എന്ന് തന്നെ പറയാണ്. എന്നാൽ ആ ഡോക്ടറെ അവിടെ വെച്ച് കൊന്നിട്ട് പറയാണ്, ഇയാള് ഇനി നിനക്ക് ജീവനോടെ വേണമെങ്കിൽ പരീക്ഷണം കംപ്ലീറ്റ് ആക്ക്, ഇയാളെ ജീവനോടെ കൊണ്ടുവന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു ഡോക്ടറുടെ ആ ഒരു ബോഡി ഇതിങ്ങനെ വെട്ടിക്കേറി പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു കോലത്തിലാക്കി വെക്കാണ്. അധികം വൈകാതെ അവൾക്ക് ആ ഒരു റിസർച്ച് ചെയ്യല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. അതുപോലെ നമ്മുടെ ആദമാണെങ്കിൽ ആ പുസ്തകം ഉണ്ടല്ലോ അത് പൂർണ്ണമായിട്ടും വായിച്ച് അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ പുസ്തകം മുഴുവനായിട്ടും അവൻ കത്തിച്ചു കളയാണ്. പിന്നെ ലാബിലേക്ക് നോക്കുകയാണെങ്കിൽ ടെറാവോ ആ ഒരു പരീക്ഷണവുമായിട്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അവൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ പരീക്ഷണത്തിലൂടെ ഇവിടുന്ന് കിട്ടുന്ന ഡാറ്റ അത് അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എങ്ങോട്ടേക്കാണ്? ഈ നെബറിയാസിന്റെ കൂടെയുള്ള ഒരു ഈവിൾ സയന്റിസ്റ്റ് ഉണ്ടല്ലോ ഇയാൾക്ക് കൈമാറും. ഇയാൾ ആ ഡാറ്റ അത് അതുപോലെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ലാബിലായിട്ട് ഒരുപാട് മനുഷ്യ ശവശരീരങ്ങൾ കൊണ്ടുവച്ചിട്ടില്ലേ അതിന്റെ ഉള്ളിലേക്ക് എന്താണോ നമ്മുടെ ടെറാവോ ചെയ്തത് ഇയാൾ അത് അതുപോലെ തന്നെ ചെയ്യും. അങ്ങനെ ഇവരുടെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ടുള്ള കറണ്ട് കൊടുക്കുന്ന വലിയൊരു മെഷീനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് നെബറിയാസ് അവന്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദത്തിനെ നോക്കുകയാണെങ്കിൽ അവൻ മനഃപൂർവ്വം തന്നെ ഏഞ്ചൽസിന്റെ കൺമുന്നിലേക്ക് ചെന്ന് ചാടിക്കൊടുക്കുകയാണ്. എല്ലാ ഏഞ്ചൽസും അതുപോലെ തന്നെ ക്വീനും ഇവനോട് നല്ല ദേഷ്യത്തിലാണ്. കാരണം ഇവരുടെ കമാൻഡർ ആയിട്ടുള്ള ഗിഡിയനെ തന്നെ ആദം കൊന്നിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ കൊന്നതല്ല, അതൊരു കയ്യബദ്ധമായിരുന്നു. മാത്രമല്ല ആദത്തിന് മറ്റൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ടെറാവോയെ നെബറിയാസ് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. സോ ഇവിടെ വെച്ച് അവന്റെ ആ ഒരു പ്ലാന് മാറ്റുകയാണ്. തൽക്കാലം ഇവിടെ വെച്ച് ഈ ഏഞ്ചൽസിനോട് നല്ല ശക്തമായിട്ട് അവൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവരിൽ നിന്നും രക്ഷപ്പെടാൻ എന്ന പോലെ നമ്മുടെ ആദം അവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടി അവസാനം ആ ലാബിനരികിലേക്ക് എത്തുകയാണ്. ലാബ് കണ്ടപ്പോഴാണ് ക്വീൻ ബാക്കിയുള്ള ഏഞ്ചൽസ് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവുന്നത്, എന്തിനാണ് ആദം ഇവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന്. ഇത് അവന്റെ ഒരു പ്ലാൻ ആയിരുന്നു എന്ന്. സോ ഇവിടെ വെച്ച് ഇനി ആദത്തിനെ കൊല്ലാനാണ് ഇവർ നോക്കുക? അല്ല, ആ ലാബും അവിടെയുള്ള പിശാചുകളെയും നശിപ്പിക്കാനാണ് നോക്കുക. ഒരുപാട് രഹസ്യമാക്കി വെച്ചൊരു സ്ഥലമായിരുന്നു നെബറിയാസ് ഇത്. അതെന്തായാലും ഏഞ്ചൽസ് കണ്ടുപിടിച്ചു. അവിടെ വെച്ച് വലിയൊരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ആദം നേരെ ലാബിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. അതിന്റെ ഉള്ളിൽ വെച്ചാണ് ടെറാവോ പരീക്ഷണങ്ങൾ മുഴുവൻ നടത്തുന്നത്. അവളെ കൊണ്ടത് ചെയ്യിപ്പിക്കാനായിട്ട് നെബറിയാസും അവിടെ ഉണ്ടായിരുന്നു. സോ ഈ സമയത്താണ് ഇങ്ങോട്ടേക്ക് ആദം കയറി വരുന്നത്. എന്നാൽ ആദത്തിനെ തോപ്പിക്കാനായിട്ട് നെബറിയാസ് അവന്റെ ആ ഒരു മനുഷ്യരൂപം വിടുകയാണ്. അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഒരു
മനുഷ്യൻ നിർമ്മിച്ച വെറും ഒരു ശവാണ് നീ, വെറും ഒരു മോൺസ്റ്റർ. നിനക്ക് എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂടാ? ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. മാത്രമല്ല നമ്മുടെ ടെറാവോയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നെബറിയാസ് ഈ ആദത്തിനെ ആക്രമിക്കുകയാണ്. എന്നാൽ ഫൈറ്റിന്റെ ഓരോ ഘട്ടത്തിലും മടി കൊണ്ട് ആദം താഴേക്ക് വീഴുമ്പോൾ നെബറിയാസിന്റെ നെഞ്ചിലായിട്ട് ഓരോ വരപ്പാടുകൾ ഇട്ട് വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അടികൊണ്ട് വീണ് കിടക്കുന്ന ആദത്തിനെ നെബറിയാസ് തൂക്കിയെടുക്കാണ്. എന്നിട്ട് അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നിന്നെപ്പോലെയുള്ള ഒരുപാട് രാക്ഷസന്മാര് എന്റെ പിന്നിലിങ്ങനെ അണിനിരക്കൂടാ. അത് ഞാൻ പറയുന്നത് കേട്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ ആരും ഈ ഒരു ഭൂമിയിൽ പിന്നെ ഉണ്ടാവില്ല. ഈ സമയം തന്നെ ക്വീൻ ഉണ്ടല്ലോ, അതായത് ഏഞ്ചൽ ക്വീൻ, അവര് ഈ ഡെഡ് ബോഡികൾ മുഴുവൻ സൂക്ഷിച്ചു വെച്ച ആ ഒരു വലിയ നിലവറയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ശവങ്ങൾക്ക് മുഴുവൻ അധികം വൈകാതെ ജീവൻ വെക്കാൻ പോവാണ്. ആ ഒരു പ്രോസസ്സ് ഏകദേശം 90% കഴിഞ്ഞ് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ബോഡികൾ ഇതെല്ലാം ഒരു മോൺസ്റ്റേഴ്സ് ആയി മാറാൻ പോവാണ്. അതായത് മോൺസ്റ്റേഴ്സ് ആയി മാറെങ്കിലും ഇവർക്കൊന്നും ഒരു സോൾ ഉണ്ടാവില്ല. അപ്പൊ അവർക്കായിട്ടുള്ള ആ ഒരു സോള് നരകത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. പതിയെ പതിയെ ഓരോ ശരീരത്തിന്റെ ഉള്ളിലേക്കും അതങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അധികം വൈകാതെ ഇതെല്ലാം നെബ്രിയാസിന് വേണ്ടിയിട്ടുള്ള പടയാളികളായിട്ട് മാറും. കാര്യങ്ങൾ മനസ്സിലാക്കിയ ക്വീൻ വേഗം തന്നെ ഇത് പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറയാണ്. ഓരോ ഏഞ്ചൽസും വന്ന് ഓരോ ബോഡികളായിട്ട് നശിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് ഒരുപാട് എന്ന് പറഞ്ഞാൽ 10,000 കണക്കിന് എടുത്തു വെച്ചിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. ഇപ്പൊ ആദത്തിനെ നെബറിയാസ് അടിച്ച് തോൽപ്പിച്ച് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുകയാണല്ലോ. അവന്റെ നെറ്റിയിൽ എന്തോ ഒരു തരം ചിഹ്നം ഉണ്ടാക്കിയിട്ട് ഈ നരകത്തിൽ വരുന്ന ആത്മാവ് അതിലൊരെണ്ണത്തിന് ഇവന്റെ ഉള്ളിലേക്കും കയറ്റാൻ പോവാണ്. അതായത് നെബറിയാസിന്റെ ആർമിയിലേക്ക് തന്നെ ആദത്തിനെയും ചേർക്കാൻ പോവാണ്. ആദത്തിനൊന്നും ആത്മാവില്ലല്ലോ, അവന്റെ ഉള്ളിലേക്ക് നരകത്തിലെ ആ ആത്മാവിനെ എളുപ്പത്തിൽ കയറ്റി വിടാം എന്നാണ് നെബറിയാസ് വിചാരിച്ചത്. എന്നാൽ ആ വന്ന ആത്മാവിന് ആദത്തിന്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം അവന്റെ ഉള്ളിൽ ഓൾറെഡി മറ്റൊരു ആത്മാവ് കയറിയിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ നെബറിയാസ് ആകെ പതറിപ്പോവാണ്. ഒരിക്കലുമില്ല, ഇങ്ങനെ സംഭവിക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആകെ തരിച്ചു നിൽക്കുകയാണ് നെബറിയാസ്. ഈ സമയത്ത് നെബറിയാസിന്റെ നെഞ്ചിൽ കൂടെ താഴേക്ക് ഒരു വര വരയ്ക്കുകയാണ് ആദം. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇത്രയും നേരം നെബറിയാസ് നമ്മുടെ ആദത്തിനെ അടിച്ച് തോൽപ്പിക്കുകയായിരുന്നെങ്കിലും ഇയാളുടെ നെഞ്ചിലൂടെ 3 തവണയായിട്ട് കുറുകെ 3 വെട്ടിയായിരുന്നു ആദം. അതിന് കുറുകെയായിട്ടാണ് നീളത്തിൽ മറ്റൊരു വെട്ടിയിരിക്കുന്നത്. അതായത് ആ ഒരു ഹോളി സിമ്പിളായി മാറിയിരിക്കുകയാണ്. അതോടുകൂടിയിട്ട് പിന്നെ പറയണ്ടല്ലോ, നെബറിയാസ് എന്ന ഒരു ചെകുത്താന്റെ അവസാനമായിരുന്നു അത്. സാധാരണ പിശാചുകളെ അല്ലെങ്കിൽ ചെകുത്താന്മാരെ ഇതുപോലെ ഹോളി വെപ്പൺ ഉപയോഗിച്ചിട്ടാണ് കൊല്ലുക. എന്നാൽ ഈ ചെകുത്താന്റെ നെഞ്ചത്ത് തന്നെ ഒരു ഹോളി മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പൂർണ്ണമായിട്ടും കത്തിയെരികയാണ് നെബറിയാസ്. നെബറിയാസിന്റെ ആ ഒരു ശക്തിയോട് കൂടിയിട്ട് അവൻ ഉണ്ടാക്കി വെച്ച ആ ഒരു ബിൽഡിങ്ങും കോട്ടയും എല്ലാം തകർന്ന് എല്ലാം കൂടെ ഒരുമിച്ച് നരകത്തിലേക്ക് പോവാണ്. കൂടെ തന്നെ അവൻ വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിച്ചു വെച്ച ഒരുപാട് മനുഷ്യ ശരീരങ്ങളും ഇതെല്ലാം കൂടി നരകത്തിലേക്ക് പോകുമ്പോൾ ആ ബിൽഡിങ്ങിൽ ഓൾറെഡി നമ്മുടെ ടെറാവോയുണ്ട്, ആദമുണ്ട്. ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് ഇനി മറ്റൊരു വഴിയില്ലാട്ടോ. മരണം മുന്നിൽ കണ്ട് ഇവർ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഏഞ്ചൽ വരികയാണ്. സാധാരണ ഏഞ്ചൽ അല്ല, ഏഞ്ചൽസിന്റെ ക്യൂവിനായിട്ടുള്ള ആ ലേഡി ഉണ്ടല്ലോ, അവര് തന്നെ തിളങ്ങുന്ന ശരീരവുമായിട്ട് അവരങ്ങോട്ടേക്ക് വന്നിട്ട് ആദത്തിനെയും അതുപോലെ തന്നെ ടെറാവോയും അതിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ ഗിഡിയനെ കൊന്നതിന്റെ ആ ഒരു പക വെച്ച് ഏഞ്ചൽ ക്വീൻ ആദത്തിനെ കൊല്ലാനൊന്നും നിന്നില്ല കേട്ടോ. അവന് പുറത്തു കൊടുക്കുകയാണ്. കാരണം അവൻ കാരണം ഇല്ലാതായിരിക്കുന്നത് വലിയൊരു ദുഷ്ടശക്തി തന്നെയാണ്. സോ അവന്റെ വഴിക്ക് കിട്ടുകൊണ്ട് ഏഞ്ചൽസ് മുഴുവൻ ഇവിടുന്ന് പോവാണ്. ഈ സമയത്ത് ടെറാവോ ആദത്തിനോട് ചോദിക്കുന്നുണ്ട്, ആ പുസ്തകം അത് നീ എന്ത് ചെയ്തു? അതിനി ആരും ഉപയോഗിക്കേണ്ട, ഞാൻ എല്ലാം അതിലെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഞാനത് കത്തിച്ച് കളഞ്ഞു എന്ന് ടെറാവോയോട് ആദം പറയാണ്. എന്നാൽ ഇവിടെ ഒരു ഈവിൾ സയന്റിസ്റ്റ് ഉണ്ടല്ലോ, ഇയാൾ നടത്തിയ പരീക്ഷണങ്ങൾ മുഴുവൻ ഇയാൾ ഒരു പെൻഡ്രൈവിലാക്കിയിട്ട് നേരത്തെ രക്ഷപ്പെട്ടായിരുന്നു. അയാളെ മാത്രം ഇവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. സിനിമയുടെ അവസാനം മറ്റൊരു കാര്യം കാണിക്കുകയാണ്. നെബറിയാസ് അവനെ പോലെയുള്ള ഒരുപാട് ചെകുത്താന്മാർ ഇനിയും നമ്മുടെ ആദത്തിനെ തേടി വരും. എന്നാൽ തേടി വരുന്നവർക്കൊക്കെ ഒരു കളിപ്പാവയായി നിന്നു കൊടുക്കാൻ അതെന്താ സുമ്മാവാ. അതുകൊണ്ട് തേടി വരുന്നവരെ തേടി അങ്ങോട്ടേക്ക് പോവാണ് ആദം. അതായത് ഒരു ഹണ്ടർ ആയിട്ട് മാറുകയാണ് ആദം. അതും ഒരു സാധാരണ ഹണ്ടർ ആണോ? അല്ല, ഒരു ഡെവിൾ ഹണ്ടർ ആയിട്ട് മാറുകയാണ്. അതായത് നമ്മുടെ ആദത്തിനെ കാണുമ്പോൾ ഇനി ബാക്കിയുള്ള പിശാചുക്കൾ ഒന്ന് വിറക്കും. സോ ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമയുടെ തീരെയാണ്. ഭയങ്കര ഫാന്റസി ആയിട്ടുള്ള അടിപൊളി വിഷ്വൽസ് ആയിട്ടുള്ള സിനിമയായിരുന്നില്ലേ? നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ? ഇതുപോലുള്ള കഥകൾ വേണോ? ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.